Once again, good morning, girls. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രെബ്സ് സൈക്കിൾ നോക്കി. ദാറ്റ് വാസ് ദ സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. ഇന്ന് നമ്മൾ തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ നോക്കുകയാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ETC അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ETS ഏതാണെങ്കിലും രണ്ട്, ഇറ്റ്സ് ജസ്റ്റ് വൺ ആൻഡ് ദ സെയിം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഈ വിധത്തിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വിധത്തിൽ അതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആദ്യമേ തന്നെ ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്തിൻ ദ മൈറ്റോകോൺട്രിയ. ഓക്കെ, ഇറ്റ് ഓപ്പറേറ്റ്സ് within the mitochondria, and that too in the inner mitochondrial membrane. Intermitochondrial membrane സ്പേസിലാണ് മെയിൻലി ഇത് നടക്കുന്നത്. ഓക്കെ, മൈറ്റോകോൺട്രിയയ്ക്ക് രണ്ട് മെംബ്രെയിൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഔട്ടർ സ്മൂത്ത് ഒരു മെംബ്രെയിനും ഉണ്ട്, ഇന്നർ വേവി ആയിട്ടുള്ള മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിലാണ് ഇത് നടക്കുന്നത്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനും പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് ഇരിക്കുന്ന, ബാക്കി സംഭവങ്ങൾ നടക്കുന്ന ഈ രണ്ട് മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വെച്ചാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഘടകങ്ങൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ മെയിൻ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കളർ ചെയ്തേക്കുന്ന സാധനങ്ങളെ നിങ്ങൾ കണ്ടോ? ദേ ആർ നത്തിങ് ബട്ട് കാരിയർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഇലക്ട്രോൺ കാരിയേഴ്സ് അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസിനെയാണ് നിങ്ങളവിടെ കാണുന്നത്. ഇതിൽ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ കാരിയർ, സെക്കൻഡ് ഇലക്ട്രോൺ കാരിയർ, തേർഡ് ഇലക്ട്രോൺ കാരിയർ, ഫോർത്ത് ഇലക്ട്രോൺ കാരിയർ, ദ ഫിഫ്ത്ത് ഇലക്ട്രോൺ കാരിയർ, അതിനെ ATPase എന്നും വിളിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇലക്ട്രോൺ കാരിയർ എന്നല്ല, ആക്സെപ്റ്റർ, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓക്സിജനാണ്. O2നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ, O2 ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അപ്പോൾ ഈ ഇലക്ട്രോൺസ്, ഓക്കെ, ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഇതിലൂടെയൊക്കെ 1 2 3 4 5 ആൻഡ് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് ഓക്സിജനിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റൂട്ട് മനസ്സിലായല്ലോ. 1 2 3 4 5 എന്ന് പറയുന്നത് ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഇവിടെ ഓക്സിജൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ക്യാരി ചെയ്യാനൊന്നുമില്ല, അത് മേടിച്ചെടുക്കുക, അവിടെ വെച്ച് ആ പ്രോസസ്സ് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററാണ്. ഇതിലെ ഓരോ മാർക്കിങ് 1 2 3 4 5 എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയേഴ്സാണ്. ഈ ഇലക്ട്രോൺ കാരിയേഴ്സിനെ എവിടെയാണ് കാണുന്നത്? ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇത് കണ്ടോ? ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈറ്റോകോൺട്രിയ അല്ലേ, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനെയാണ് ഇത് കാണിക്കുന്നത്. ആ വേവി ആയിട്ടുള്ള മെംബ്രെയിൻ ഇല്ലേ, ആ മെംബ്രെയിനെയാണ് ഇത്രയും ഭാഗം കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ ആ വേവ് പോലെ ഇരിക്കുന്ന ചുളുങ്ങിയിരിക്കുന്ന ആ മെംബ്രെയിനിലാണ് ഈ പറഞ്ഞ 5 ഇലക്ട്രോൺ കാരിയേഴ്സിനെയും കാണുന്നത്. അതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം, ഓക്കെ, ഇന്നർ മെംബ്രെയിൻ്റെ താഴത്തേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ കോർ ഭാഗം. ഈ കോർ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. മനസ്സിലായോ? ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ നടുഭാഗത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ കാരിയേഴ്സിനെ കാണുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ വേവി ആയിട്ടുള്ള ആ മെംബ്രെയിനിലാണ് ഈ ഇലക്ട്രോൺ കാരിയേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ഇലക്ട്രോൺ കാരിയേഴ്സിൻ്റെ പുറത്തുള്ള സ്പേസ് എന്താ? ഈ ഒരു ഗ്യാപ്പ് അടയാളപ്പെടുത്തിയേക്കുന്നത്, ഈ 2H ഒക്കെ അടയാളപ്പെടുത്തിയേക്കുന്നത്, ദാറ്റ് ഇസ് ദ സ്പേസ് ബിറ്റ്വീൻ 2 മെംബ്രെയിൻസ്. ഇവിടെ ഈ ഒരു പെൻസിൽ മാർക്കിംഗ് കണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് വെച്ചേക്കണ കണ്ടോ? ദാറ്റ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ഈ ക്ലോത്ത് വെച്ചേക്കണത് ഔട്ടർ മെംബ്രെയിനായിട്ട് നിങ്ങൾ കരുതുക. ഈ പെൻസിൽ മാർക്കിംഗ് കാണാൻ പറ്റുമെങ്കിൽ ആ പെൻസിൽ മാർക്കിംഗ് ആണ് ഔട്ടർ മെംബ്രെയിൻ. അപ്പോൾ ഈ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും, ഇതാണ് ഇന്നർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്,
ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ്, അങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട്. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ സ്മൂത്ത് വാൾ, ഇന്നർ മെംബ്രെയിൻ ആണ് എന്താ വേവി ആയിട്ടുള്ള ഇന്നർ മെംബ്രെയിൻ. ആ ഇന്നർ മെംബ്രെയിനിലാണ് ഇത് മൊത്തം ഇന്നർ മെംബ്രെയിൻ ആട്ടോ. ഇത്രയും വീതിക്ക് ഞാനങ്ങ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അത്ര വീതിയൊന്നുമില്ല. ആ ഇന്നർ മെംബ്രെയിനിലാണ് നമ്മുടെ ഈ കാരിയേഴ്സ്, ഇലക്ട്രോൺ കാരിയേഴ്സ് ഇരിക്കുന്ന ഉള്ളിലത്തെ ഭാഗം മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് നമ്മുടെ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ. ക്രെബ്സ് സൈക്കിളിന് വേറൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഇസ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ, ഇങ്ങനെയൊക്കെ പല പേരിൽ അത് അറിയപ്പെടാം. ഓക്കെ, അപ്പോൾ ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന ഈ മൈറ്റോകോൺഡ്രിയയുടെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ്. ഈ സാധനങ്ങളൊക്കെ പരിചയമുണ്ടോ നോക്കിയേ. NAD H2 NAD, FAD H2 FAD, വല്ല പിടുത്തമുണ്ടോ ഇവരെ? കഴിഞ്ഞ സൈക്കിളിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ളവരാ അല്ലേ? പക്ഷേ ഈ കോലത്തിലാണോ കണ്ടേ? ആരോ ഇങ്ങനെയാണോ ഇരുന്നേ? ഒന്ന് പേജ് തിരിച്ചു നോക്കിക്കേ. ഇങ്ങനെയാണോ ഗ്ലൈക്കോളിസിസിലും ക്രെബ്സ് സൈക്കിളിലും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലും ഒക്കെ ഈ ഒരു രീതിയിലാണോ കണ്ടേ? ആരോ ഇങ്ങനെയാണോ ഇരുന്നതെന്ന് നോക്കിക്കേ. ചെക്ക് ചെയ്തോ? എന്ത് മനസ്സിലായി? തിരിച്ചാണല്ലേ. അവിടെയൊക്കെ ആരോ, ദാറ്റ് ഇസ് ആരോ NADയിൽ ഫേസ് ചെയ്തല്ല ഇരിക്കണേ, ആരോ പിന്നെ NADHലേക്ക് ഫേസ് ചെയ്തായിരിക്കുന്നത് അല്ലേ? ഇവിടെ FADH2ൻ്റെ കേസിലാണെങ്കിലും അത് തന്നെ. ഈ ആരോ പോയിൻ്റ് ചെയ്യണത് FADയുടെ അടുത്തേക്കല്ല, FADH2യുടെ അടുത്തേക്കാണ് ഫേസ് ചെയ്തിരുന്നത് അല്ലേ? എക്സാക്ട്ലി. അവിടെയൊക്കെ ഗ്ലൈക്കോളിസിസിലും ക്രെബ്സ് സൈക്കിളിലും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലും ഒക്കെ നമുക്ക് കിട്ടിയത് പ്രൊഡക്റ്റായിട്ട്, ബൈ പ്രൊഡക്റ്റായിട്ട് ആ സൈക്കിൾസ് പാത്വേസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ സാധനം എന്തായിരുന്നു? കയ്യിൽ കിട്ടിയത് NADH ആയിരുന്നു. അവിടെയൊക്കെ കിട്ടിയ സാധനത്തിനെയാണ് ഇവിടെ നമ്മൾ ഇനി അതിൻ്റെ അകത്തുള്ള ചില ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഉപയോഗിച്ച് ATPനെ ഉണ്ടാക്കിയെടുക്കാൻ പോകും. ഞാൻ പറഞ്ഞിരുന്നു ഈ FADH2 NADH ഒക്കെ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ്, എനർജി റിച്ച് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ എടുത്താണ് നമ്മൾ എനർജി ആക്കി മാറ്റാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഈ കാരിയേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഫൈനലി അതിനെ എനർജി ആക്കി രൂപപ്പെടുത്താൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ക്രെബ്സ് സൈക്കിൾ, അതിലൊക്കെ നമുക്ക് കിട്ടിയ ഈ NADH, FADH2 മുതലായ സാധനങ്ങളെയാണ് ഇവിടെ നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് അതിൻ്റെ അകത്തുണ്ട്. ആ ഇലക്ട്രോൺസ് ആണ് ഇനി പമ്പ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടാണ് പമ്പ് ഔട്ട് ചെയ്യാൻ പോണേ? ഇതെവിടെയാണ് കിടക്കുന്നത്? ക്രെബ്സ് സൈക്കിളിൻ്റെയൊക്കെ പ്രോഡക്ട്സ് എവിടെയാണ് കിടക്കുന്നത്? മാട്രിക്സിലാണ് കിടക്കണേ അല്ലേ? മാട്രിക്സിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ, മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ പമ്പ് ചെയ്ത് എവിടെ കൊണ്ടിടുന്നു? ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ രണ്ട് മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള സ്പേസായ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തിക്കുന്നു. അത് ചുമ്മാ അങ്ങ് ചാടിപ്പോകത്തില്ല. ഇറ്റ് ഹാസ് ടു ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ത്രൂ എ ഇലക്ട്രോൺ കാരിയർ. അതിന് സഹായിക്കുന്ന കാരിയറാണ് ഈ പറഞ്ഞ എന്താണ് കോംപ്ലക്സ് 1. ഇതിനെ കോംപ്ലക്സ് 1 എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇലക്ട്രോൺ കാരിയർ ഇസ് ദ കോംപ്ലക്സ് 1. ആ കോംപ്ലക്സ് 1 അതിൻ്റെ അത് ഈ കോംപ്ലക്സ് 1 വേറൊന്നും അല്ല, NADH റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഫസ്റ്റ് കാരിയർ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, NADH റിഡക്റ്റേസ് എന്ന എൻസൈമാണ് ഇതിൻ്റെ അകത്തെ ഇലക്ട്രോണിനെ അപ്പുറം കടക്കാൻ സഹായിക്കുന്ന കാരിയർ പ്രോട്ടീൻ, ഇലക്ട്രോൺ കാരിയർ. ക്ലിയർ? മാട്രിക്സിലുള്ള NADHൽ നിന്നുള്ള ഇലക്ട്രോണിനെ ഈ NADH റിഡക്റ്റേസ് എന്ന കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടെ, ഇലക്ട്രോൺ കാരിയറിൻ്റെ സഹായത്തോടെ ഇവിടെയുള്ള ഇലക്ട്രോണിനെ പമ്പ് ചെയ്ത് പുറത്തെത്തിക്കുന്നു. അപ്പോൾ NADHൽ നിന്ന് കിട്ടുന്നത്, റിഡക്റ്റേസിൻ്റെ ആക്ഷൻ മൂലം കിട്ടുന്നത് എത്ര ഇലക്ട്രോണാണ്?
2 ഇലക്ട്രോൺ കിട്ടിയില്ലേ? 2 ഇലക്ട്രോണും കിട്ടുന്നുണ്ട്, 2 പ്രോട്ടോണും കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിന് മാത്രമായിട്ടുള്ള നമുക്ക് 2H+ ഉണ്ട്, 2 ഇലക്ട്രോണും ഉണ്ട്. ഇലക്ട്രോൺസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നു, ഈ പാത്തിലൂടെ കയറി പോകുന്നു. ഓക്കെ, H+ അയൺസ് ആണ് പുറത്തേക്ക് പമ്പ് ഔട്ടായി കയറുന്നത്. മനസ്സിലായോ? ഈ NADHനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്നു. ഇവിടെയും ഓക്സിഡേഷൻ റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടത്തുന്നത് വഴി എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നടത്തുന്നത് വഴി വാട്ട് ഈസ് ഹാപ്പനിങ്? അതിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ ഇലക്ട്രോൺസും കൂടെയുള്ള, അല്ലേ, ഇലക്ട്രോണും പ്രോട്ടോണും ഒരുമിച്ചല്ലേ കയറിയിരിക്കുന്നത്. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. അതല്ലാണ്ട് വന്നാൽ അത് കാറ്റയോൺ ഫോം ആവും, അല്ലേ, കാറ്റയോൺ അല്ലെങ്കിൽ ആനയോൺ ഫോം ആവും. അപ്പോൾ NADHൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ പമ്പ് ഔട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇലക്ട്രോൺ ഈ കാരിയർ പ്രോട്ടീൻസിലൂടെ പോകുന്നു. കൂട്ടത്തിലുള്ള പ്രോട്ടോൺ കാരിയർ പ്രോട്ടീൻ്റെ ഉള്ളിൽ പോയി എങ്ങോട്ടാണ് അത് തെറിച്ച് പോകുന്നത്? മൈറ്റോകോൺട്രിയൽ സ്പേസിൽ പോയി കിടക്കുന്നു. ഓക്കെ, NADHൽ നിന്നുള്ളത് ഫസ്റ്റ് കാരിയർ പ്രോട്ടീനിൽ കയറി, പിന്നെ ഈ റൂട്ടിൽ കൂടെ ക്രോസ് ചെയ്ത് സെക്കൻഡ് വൺ സ്കിപ്പ് ചെയ്യണം കേട്ടോ. സെക്കൻഡ് പ്രോട്ടീൻ സ്കിപ്പ് ചെയ്താണ് പോണേ കോഎൻസൈം ക്യൂയിലൂടെ. തേർഡ് കോംപ്ലക്സിൽ കയറുന്നു, സൈറ്റോക്രോം C വഴി, സൈറ്റോക്രോം C എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്, സൈറ്റോക്രോം C വഴി ഫോർത്ത് കോംപ്ലക്സിലെത്തുന്നു. ഫോർത്ത് കോംപ്ലക്സിലെത്തിയ സാധനം ഇതെല്ലാം ഇലക്ട്രോൺസാണ്. ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ പാത്ത് മൂവ് ചെയ്ത് ഫോർത്ത് കോംപ്ലക്സിൻ്റെ പുറത്ത് ചാടുന്നു. ഫോർത്ത് കോംപ്ലക്സ് വഴി അത് പുറത്ത് ചാടി ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്ററായ ഓക്സിജൻ്റെ കയ്യിൽ വന്ന് എത്തി നിൽക്കുന്നു. അപ്പോൾ ഓക്സിജൻ O2 എന്ന കോലത്തിലാണ് അവിടെ ഓക്സിജൻ അക്സെപ്റ്റർ ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് നിൽക്കുന്നത്. O2 ഇല്ല, ഒറ്റയ്ക്ക് ഒരു O ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ കിട്ടുന്നു. ഓക്കെ, ഇതിവിടെ പാസ് ചെയ്ത് വന്ന ഇലക്ട്രോൺ കയ്യിൽ കിട്ടുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ ഇതിൽ പാസ് ചെയ്യുന്ന പോലെ തന്നെ ഒപ്പം പ്രോട്ടോൺ പുറത്തേക്ക് പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് 2 പ്രോട്ടോൺ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഓരോ സ്റ്റേജിലും ഈ രണ്ട് പ്രോട്ടോൺ ആണ് പമ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇവിടുന്ന് ഈ 2 പ്രോട്ടോൺ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്, ഇവിടുന്ന് പമ്പ് ചെയ്ത് വിടുന്നുണ്ട്, ഇവിടുന്ന് എല്ലാ കാരിയർ പ്രോട്ടീൻ്റെ അക്രോസ് ഈ 2 പ്രോട്ടോണിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റർ മൈറ്റോകോൺട്രിയൽ സ്പേസിലേക്ക് ഇറക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ പമ്പ് ചെയ്ത് ഇറക്കുന്നത് എന്നൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇത് കാണിക്കാം. മൈറ്റോകോൺട്രിയ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. എൻ്റെ പുറത്തെ വാള് ഇത് സ്മൂത്ത് വാൾ, ഇന്നർ വാൾ ഇസ് വേവി, അല്ലേ. ഈ വേവി മെംബ്രെയിനിലാണ് നമ്മൾ ആ അടയാളപ്പെടുത്തിയ കളേർഡ് ആയിട്ടുള്ള ആ കാരിയർ പ്രോട്ടീൻസ്, ഇലക്ട്രോൺ കാരിയേഴ്സ് എല്ലാം ഇരിക്കുന്നത്. ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലേക്കാണ് NADH ആണെങ്കിലും FADH2 ആണെങ്കിലും അതിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺ പുറത്തേക്ക് പോണ കൂട്ടത്തിൽ അവരുടെ കയ്യിലുള്ള അതുമായിട്ട് ബോണ്ട് ചെയ്തിരുന്ന പ്രോട്ടോണിനെ ചാടിച്ച് എങ്ങോട്ട് ഇടുന്നു? ഇങ്ങോട്ട്, ഈ ഗ്യാപ്പിലേക്കാണ് വിടുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ പ്രോട്ടോൺസ് ഉള്ള സ്ഥലം എവിടെയാണ്? ഈ മാട്രിക്സിൻ്റെ ഉള്ളിൽ നിറയെ പ്രോട്ടോൺസ് ആണ്, അല്ലേ. എങ്ങനെയാണ് അവിടെ നിറയെ പ്രോട്ടോൺസ് വരുന്നത്? ക്രെബ്സ് സൈക്കിളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണത് എവിടെയാണ്? ഈ കോർ, ഈ H+ എന്ന് എഴുതിയേക്കുന്ന ഭാഗത്താണ് ക്രെബ്സ് സൈക്കിളൊക്കെ നടക്കുന്നത്. ക്രെബ്സ് സൈക്കിളിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് NADH, FADH2 ഒക്കെ. അപ്പോൾ ആ എനർജി റിച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് ഇവിടെയാണ്. അപ്പോൾ ഈ NADHൻ്റെ കയ്യിൽ ഇലക്ട്രോണും എക്സസ് കിടപ്പുണ്ട്, പ്രോട്ടോണും കിടപ്പുണ്ട്. അപ്പോൾ പ്രോട്ടോൺ H+ അയോൺസ് കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, അല്ലേ, കമ്പയർഡ് ടു ദിസ് ഇൻറ്റർ മൈറ്റോകോൺട്രിയൽ സ്പേസ്. അപ്പോൾ ഇവിടെയുള്ള എക്സസ്, ഇവിടെ പ്രോട്ടോൺ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, അല്ലേ, pHൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. പൊട്ടൻഷ്യൽ pH ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ
ഡിഫറൻസ് ക്രിയേറ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പ്രോട്ടോൺസിൻ്റെ ഫ്ലോ നടക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പ്രോട്ടോൺസിൻ്റെ ഫ്ലോ നടക്കുന്നു. ഓക്കെ, ഓരോ അക്രോസ് ഉള്ള അതിന് തന്നെ അങ്ങോട്ട് ചാടിപ്പോകാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെ മാത്രമേ ഇതിന് ചാടിപ്പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ അക്രോസ് ദ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടോ അതിലൂടെ എല്ലാം അത് ചാടി പുറത്തേക്ക് കടക്കുന്നു. മനസ്സിലായോ? പുറത്തേക്ക് കടക്കുന്നു. അപ്പോൾ ഇതിലൂടെ 2 എണ്ണം പോകുന്നു, ഇതിലൂടെ 2 എണ്ണം പോകുന്നു, ഇതിലൂടെ 2 എണ്ണം പോകുന്നു. മൊത്തം എത്രയായി? 6 പ്രോട്ടോൺ H+, 6 പ്രോട്ടോൺ ആയിട്ടുണ്ടല്ലേ. ഈ 6 പ്രോട്ടോണും കൂടെ സിന്തറ്റൈസ് ATP സിന്തറ്റൈസ് എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട്. എന്തായിരിക്കും എൻ്റെ പണി? ഡെഫിനറ്റ്ലി ATP സിന്തസിസ് ആണ് എൻ്റെ പണി അല്ലേ. ATP സിന്തസിസ് ആണ് ഈ പറഞ്ഞ പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻസൈമിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ATP സിന്തസിസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യലാണ് അതിൻ്റെ പണി. അപ്പോൾ ഇവിടെ ചെന്ന് ഈ പ്രോട്ടോൺ എത്തുന്നു, ATP സിന്തസിസിന് സഹായിക്കുന്നു. ഫോർ എവറി 2 പ്രോട്ടോൺസ് ഒരു ATP ജനറേറ്റഡ് ആവുകയാണ്. മനസ്സിലായോ? ഓരോ 2 പ്രോട്ടോണിന് വീതം ഓരോ ATP ജനറേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഇത് മാത്രം ഇവിടെ ചെന്നാൽ ഒരു ATP ഉണ്ടാവുന്നു, ഇത് മാത്രം ഇവിടെ ചെന്നാൽ ഒരു ATP ഉണ്ടാവുന്നു, ഇത് മാത്രം ഇവിടെ ചെന്നാൽ ഒരു ATP ഉണ്ടാവുന്നു. പക്ഷേ എത്രയാണ് മൊത്തം ചെല്ലണേ? 6 പ്രോട്ടോൺ ചെല്ലുന്നുണ്ട്. അപ്പോൾ എത്ര ATP ഉണ്ടാവും? 6/2 3 ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഫോർ എവറി 2 പ്രോട്ടോൺസ് ഓരോ ATP വീതം ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെയാണ് ATP സിന്തസിസ് നടക്കുന്നത് പ്രോട്ടോണിനെ ഉപയോഗിച്ചുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെ പ്രോട്ടോണിനെ ഉപയോഗിച്ചുകൊണ്ട് ATP സിന്തസിസ് നടക്കുന്നു. ആൻഡ് പ്രോട്ടോണിൻ്റെ സഹായത്തോടെ ATP സിന്തസിസ് നടക്കുന്നു. ഈ പ്രോട്ടോണും ഇവിടെ എത്തിച്ചേരുന്നു. ആൻഡ് ഫൈനലി ഓക്സിജൻ മോളിക്യൂൾ എക്സസ് ആയിട്ടുള്ള ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന പ്രോട്ടോൺസ് എല്ലാം ഇവിടെ എത്തിച്ചേരുന്നു. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്ററായ ഓക്സിജനിൽ എത്തിച്ചേരുന്നു. ആൻഡ് ഓക്സിജൻ ഇസ് അൾട്ടിമേറ്റ്ലി റിലീസ്ഡ്. ഈ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. എന്താണ് ഇവിടെ നടക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത്. ഫോസ്ഫേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നടക്കേണ്ടത്. അതുകൊണ്ട് ഫോസ്ഫോറിലേഷൻ. ഓക്കെ, പിന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് ഇൻ ഈച്ച് സ്റ്റെപ്പ് നടക്കുന്നത്. അത് കാരണം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നു. അക്രോസ് ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ് ഇത് സംഭവിക്കുന്നത്. എന്തിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? എനർജി റിച്ച് മോളിക്യൂൾസ് ആയ NADH, FADH2 മുതലായ മോളിക്യൂൾസിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കണം. FADH ആണെങ്കിൽ NADH റിഡക്റ്റേസിൻ്റെ സഹായത്തോടെ, ദാറ്റ് ഇസ് ആക്ടിങ് ആസ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ കാരിയർ, അതിൻ്റെ സഹായത്തോടെയാണ് ഈ പറഞ്ഞ ഓക്സിഡേഷൻസ് നടക്കുന്നത്. ആ ഓക്സിഡേഷൻ നടക്കുമ്പോൾ റിലീസാവുന്ന ഇലക്ട്രോൺസ് ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ എത്തുന്നു. ആ പ്രോസസ്സിൽ റിലീസ്ഡ് ആവുന്ന പമ്പ് ഔട്ട് ആവുന്ന പ്രോട്ടോൺസ് ATPSൻ്റെ സഹായത്തോടെ അത് 3 സെറ്റ് റിലീസ് ആവുന്നുണ്ട്. ATPSൻ്റെ സഹായത്തോടെ 3 ADP റിലീസ് ചെയ്യുന്നു. ഇനി FADH2 ആണ് ഓക്സിഡേഷൻ നടക്കണമെങ്കിലോ അതിന് ഈ ഒരു സ്റ്റെപ്പ് ഇല്ല. ഈ സ്റ്റെപ്പ് തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യണത്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ, അഥവാ ഇറ്റ് പാസസ് ത്രൂ ദിസ് പർട്ടിക്കുലർ ഇലക്ട്രോൺ കാരിയർ. ഇതിൽ നിന്ന് റിലീസാവുന്ന ഇലക്ട്രോൺ ഈ പർട്ടിക്കുലർ ഇലക്ട്രോൺ കാരിയറിലൂടെ ആണ് പാസ് ചെയ്ത് ഇതെല്ലാം ക്രോസ് ചെയ്ത് ഇതും ഓക്സിജനിൽ എത്തിച്ചേരുന്നു. ഓക്കെ, ആ പ്രോസസ്സിൽ റിലീസ്ഡ് ആവുന്ന പ്രോട്ടോൺസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ 2 സെറ്റ് റിലീസാവുന്നു. ഇവിടെ ഈ സാധനം ഇല്ലല്ലോ, ഇത്രയും പാർട്ട് ആബ്സെൻ്റ് ആണ് FADH2 ആണെങ്കിൽ. അപ്പോൾ 2 സെറ്റ് റിലീസാവുന്നു.
അപ്പോൾ ഈ 6ൻ്റെ സ്ഥാനത്ത് 4 H+ കിട്ടുന്നത്. അപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2 ATPയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. വേറെ കുറച്ച് എക്സസ് ഉള്ള പ്രോട്ടോൺസ് എല്ലാം ഓക്സിജനിലേക്ക് കയറുന്നു, വിച്ച് ഫോംസ് എക്സസ് ഉള്ള പ്രോട്ടോൺസും ഇലക്ട്രോൺസും എല്ലാം ഓക്സിജനിലേക്ക് കയറി വാട്ടർ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു NADH നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പാസ് ചെയ്ത് 3 ATP ആക്കി മാറ്റാം. ഒരു FADH2 നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതിനെ ഈ ചെയിനിലൂടെ പാസ് ചെയ്ത് 2 ATP ആക്കി മാറ്റാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇന്നലെ ഞാനൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട് അസൈൻമെൻറ്റ്, പക്ഷേ അത് ഫുള്ളി കറക്റ്റ് അല്ല. അതിൻ്റെ ലാസ്റ്റ് ATP അല്ല, ലാസ്റ്റ് റോയിൽ നിങ്ങൾ എഴുതിയേക്കുന്ന കാര്യം, അതായത് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഈൽഡ് നിങ്ങൾ എഴുതിയേക്കണം. NADHൻ്റെ കാര്യവും FADH2ൻ്റെ കാര്യവും ഒന്നുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് തെറ്റുണ്ട് നിങ്ങൾ എഴുതിയേക്കണേൽ, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ NADHൻ്റെ സ്ഥാനത്ത് ഇന്നും നിങ്ങൾക്കൊരു ഹോംവർക്ക് വരികയാണ്. ഇനി NADH ഒക്കെ എഴുതിയേക്കുന്ന സ്ഥാനത്ത് ഒരു NADH ആണ് കിട്ടിയേക്കണമെങ്കിൽ 1 × 3 എന്ന് പറഞ്ഞ് എഴുതണം അല്ലേ? ഒരു NADH എന്ന് വെച്ചാൽ 3 ATPക്ക് ഇക്വലൻ്റ് ആണ്. ഒരു FADH2 എന്ന് വെച്ചാൽ 2 ATPക്ക് ഇക്വലൻ്റ് ആണ്. 2 ATPനെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോൺസിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പമ്പ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ക്രെബ്സ് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഈ എനർജി റിച്ച് മോളിക്യൂൾസ് കിടക്കുന്നത് മാട്രിക്സിലാണ്, അഥവാ മൈറ്റോകോൺട്രിയയുടെ കോറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പ്രോട്ടോൺസും അയൺസും ഒക്കെ കൂടുതലാണ്. പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ കൂടുതലാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സ്വാഭാവികമായിട്ട് ഒരു pH ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആവുന്നതുകൊണ്ട് പമ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. പമ്പ് ഔട്ട് ചെയ്യാൻ അത് തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇറ്റ് മൂവ്സ് ത്രൂ എ കാരിയർ പ്രോട്ടീൻ ചാനൽ. ഓക്കെ, ദിസ് പാർട്ട് ഈസ് ഓൾസോ ക്ലിയർ. അപ്പം നിങ്ങളുടെ ഹോംവർക്ക് മനസ്സിലായല്ലോ. ഇന്നലെ ചെയ്ത സെയിം കാര്യം അവിടെ NADHൻ്റെ സ്ഥാനത്തും FADH2ൻ്റെ സ്ഥാനത്തും ഇൻറ്റു 3 × 2 എന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഈൽഡ് കണ്ടുപിടിക്കുക. എന്തിൻ്റെ ടോട്ടൽ ഈൽഡ്? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് when it is subject to complete oxidation അല്ലെങ്കിൽ complete metabolism എത്ര ATP കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റണം. കൃത്യമായിരിക്കണം നമ്പർ. ഓക്കെ, നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം. നെറ്റ് ഈൽഡ് കിട്ടേണ്ടത് 38 ATP ആണ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും വി ആർ സപ്പോസ് ടു ഗെറ്റ് 38 ATP. നെറ്റ് ഈൽഡ് 38 ആണ്. പക്ഷേ അതിന് 2 ATPക്ക് ഒരു ചിലവ് വരുന്നുണ്ട്. ആ ചിലവ് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കണമെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ് സെൽ സൈറ്റോപ്ലാസത്തിലാണ് നടക്കണത് അല്ലേ? മൈറ്റോകോൺട്രിയയായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ ആ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായി കിടക്കുന്ന സാധനങ്ങളെ എന്തൊക്കെയാണ്, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്തൊക്കെയാണ്? പൈറുവേറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് NADH ഉണ്ടാവുന്നുണ്ട് അല്ലേ? അതിനെയൊക്കെ നമ്മൾ എങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരണം? പൈറുവേറ്റിനെ കയറ്റിക്കൊണ്ട് വരുന്നതിനല്ല, മെയിനായിട്ട് NADHനെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 3 ATPനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ പ്രോഡക്റ്റായ ഗ്ലൈക്കോളിസിസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു NADH അല്ല, ഗ്ലൈക്കോളിസിസിൽ നിന്ന് കിട്ടുന്ന NADHനെ ഉള്ളിൽ എത്തിക്കാനാണ് നമുക്ക് ഈ 2 ATP ചിലവാവുന്നത്. ഓക്കെ, അപ്പോൾ 38 ടോട്ടൽ ഈൽഡെങ്കിലും 2 ATPയുടെ ചിലവ് ഗ്ലൈക്കോളിസിസിൻ്റെ പ്രോഡക്റ്റിനെ മൈറ്റോകോൺട്രിയയിൽ എത്തിക്കാൻ ചിലവാകുന്നതുകൊണ്ട് നെറ്റ് ഈൽഡ് എന്ന് പറയുന്നത് 36 ATP ഉള്ളൂ. ഇനി എങ്ങനെ ഈ 38
38 എങ്ങനെ 36 ആയെന്ന് മനസ്സിലായി. എങ്ങനെ 38 ATP കിട്ടും എന്നുള്ളത് നിങ്ങൾ ടേബിളിൽ എഴുതി കാണിക്കണം. ഓക്കെ, താങ്ക് യു.